കഴിഞ്ഞ ദിവസം ഒ.പിയിൽ വന്ന ദമ്പതിമാർ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, ഈ പ്രായം കൂടുന്നതനുസരിച്ച് പ്രഗ്നൻസി കിട്ടുവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ ഡോക്ടറെ? ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി ഒരു 2 വർഷം കഴിഞ്ഞിട്ട് മതി എനിക്ക് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നത്, അതും എനിക്ക് പ്രഗ്നൻസി ലഭിക്കുവാൻ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാക്കുവാൻ ചാൻസ് ഉണ്ടോ എന്നാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ആദ്യമായിട്ട്, ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ അണ്ഡാശയത്തിൽ എത്ര അണ്ഡങ്ങൾ ഉണ്ടെന്നുള്ളത് അന്നേ നിശ്ചയിക്കപ്പെട്ടതാണ്. അതിനുശേഷം പുതിയതായി അണ്ഡങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ 11-12 വയസ്സായി ആർത്തവം ആരംഭിക്കുന്നത് മുതൽ ഓരോ മാസവും ഏകദേശം 500 മുതൽ 1000-ഓളം അണ്ഡങ്ങൾ വളരുകയും അതിൽ ഒരെണ്ണം ഓവുലേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ഒരു ശരാശരി സ്ത്രീക്ക് 25 മുതൽ 30-35 വർഷത്തെ അണ്ഡങ്ങളാണ് സ്റ്റോർ ചെയ്ത് ഉണ്ടായിരിക്കുന്നത്. ഇത് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയാണ്, നമുക്ക് അങ്ങോട്ട് ഇടാൻ പറ്റുകയില്ല. എന്നാൽ എല്ലാ മാസവും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ശരാശരി 35 വർഷം കഴിഞ്ഞ് 40-45 വയസ്സാകുമ്പോഴത്തേക്കും ഒരു സ്ത്രീയുടെ അണ്ഡാശയത്തിലെ അണ്ഡങ്ങളുടെ എണ്ണം തീരുകയും അതിൻ്റെ ഭാഗമായി പീരീഡ്സ് അഥവാ ആർത്തവം നിൽക്കുകയാണ് സംഭവിക്കാറുള്ളത്. അതിനാൽ പ്രായം കൂടുന്നതനുസരിച്ച് അണ്ഡത്തിൻ്റെ എണ്ണത്തിലും ഗുണനിലവാരത്തിലും ഗണ്യമായ കുറവുണ്ടാകുന്നതായാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതിനാൽ പ്രഗ്നൻസി വേണമെന്നുള്ളവർ ആവുന്നത്രയും നേരത്തെ തന്നെ പ്രഗ്നൻസിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുകയും അത് ലഭിക്കുന്നില്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ചികിത്സകൾ തേടുകയും ആണ് ചെയ്യേണ്ടത്. ഇനി മറ്റൊരു കേസ് നമ്മൾ എടുത്തു നോക്കിയാൽ, പഠനത്തിന് വേണ്ടിയോ ജോലിയിൽ ഉന്നമനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് മറ്റൊരു ചികിത്സാ രീതി കൂടെ അവരുടെ മുന്നിലുണ്ട്. അത് എന്തെന്ന് വെച്ചാൽ, അവരുടെ അണ്ഡാശയത്തിൽ നിന്ന് അണ്ഡങ്ങൾ ഓവം പിക്കപ്പ് വഴി പുറത്തെടുക്കുകയും അത് ആ അണ്ഡങ്ങൾ ശീതീകരിച്ച് വെക്കുകയും ചെയ്യുന്ന സോഷ്യൽ എഗ് ഫ്രീസിങ് എന്ന് പറഞ്ഞ ചികിത്സാ രീതിയാണ്. പിന്നീട് 1-2 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് പ്രഗ്നൻസി വേണം എന്നുള്ള ഒരു സമയമാകുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ഒരു കല്യാണം കഴിച്ചതിന് ശേഷമാകുമ്പോൾ ആ അണ്ഡം ഉപയോഗിച്ച് ചികിത്സാ രീതിയിലൂടെ അവർക്ക് പ്രഗ്നൻസി ലഭിക്കാവുന്നതാണ്. ഈ പ്രായം 35-ന് മുകളിലോട്ട് പോകുന്ന സ്ത്രീകൾ ഗർഭധാരണം നടത്തുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നാൽ, 35 വയസ്സിന് മുകളിലോട്ട് പോകുന്നതനുസരിച്ച് പ്രഗ്നൻസി ലഭിക്കുവാനുള്ള ചാൻസുകൾ കുറയുകയും ആ പ്രഗ്നൻസിയിൽ തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസും പ്രായം കൂടുന്നതിനനുസരിച്ച് കൂടുന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ, 35-ന് ശേഷമാണ് നിങ്ങൾ ഒരു മാതാവാകാൻ തീരുമാനിക്കുന്നതെങ്കിൽ ആ കുഞ്ഞിന് ഏകദേശം 5ാം ക്ലാസ് 6ാം ക്ലാസ് ആകുമ്പോഴത്തേക്കും തന്നെ ആ സ്ത്രീക്ക് 45 മുതൽ 50 വയസ്സ് വരെ ആകാനുള്ള ചാൻസും ഉണ്ട്. അതിനാൽ ഗർഭധാരണം വേണമെന്നുണ്ടെങ്കിൽ ആവുന്നത്രയും ഡിലേ ചെയ്യാതെ തന്നെ നോർമലായിട്ട് പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുകയും അത് ലഭിക്കുന്നില്ല എങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി കല്യാണം കഴിച്ചിട്ടില്ല, ഇല്ലെങ്കിൽ 1-2 വർഷങ്ങൾക്ക് ശേഷം മതി എന്നുള്ളവരാണെങ്കിൽ അവർക്ക് ഈ സോഷ്യൽ എഗ് ഫ്രീസിങ് എന്ന് പറഞ്ഞ ചികിത്സാ രീതിയിലൂടെ കുട്ടിയെ ലഭിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.